തൃപ്പൂണിത്തറ സ്ഫോടനം വേനൽ മൂലമല്ലെന്ന് പരിക്കേറ്റ വെടിമരുന്ന് തൊഴിലാളി ശ്രീകണ്ഠന്റെ വാക്കുകളെ സാധൂകരിച്ച് മറ്റൊരു ദൃക്സാക്ഷിയും രംഗത്തെത്തി. 5 മിനിറ്റോളം നീണ്ട സ്ഫോടനത്തിൽ മരണം മുന്നിൽ കണ്ടെന്നും ഇറങ്ങാനാകുന്നില്ലെന്നും പരിക്കേറ്റ പരിസരവാസി സഞ്ജയ്. ദിവസങ്ങൾ കടന്നുപോയിട്ടും സ്ഫോടനത്തിന്റെ ഞെട്ടൽ വിട്ടുമാറാത്ത അവസ്ഥയിലാണ് തൃപ്പൂണിത്തറ നിവാസികൾ. വെടിക്കെട്ടിനോടുള്ള കടുത്ത പ്രണയമാണ് മരംകയറ്റ തൊഴിലാളിയായ ആറ്റിങ്ങൽ സ്വദേശി ശ്രീകണ്ഠനെ വെടിക്കോപ്പുകൾക്കൊപ്പം തൃപ്പൂണിത്തറയിൽ എത്തിച്ചത്. എന്നാൽ സാക്ഷിയായത് കൊടിയ ദുരന്തത്തിനും. നേരത്തെ പരിചയക്കാരായതുകൊണ്ട് വിളിച്ചു പറഞ്ഞ് കമ്പം കാണാനുള്ള ആവേശം കൊണ്ടാണ് എൻ്റെ വരവ്. നമ്മൾ പുറത്ത് നിൽക്കുകയായിരുന്നു. ഫസ്റ്റിൽ ഉണക്കായിട്ടിരുന്ന മരുന്നിൽ നിന്നാണ് തീ കണ്ടത്. ഇത് കണ്ടപ്പോൾ പിന്നെ ഈ ഇരുന്നവർ വരെ ഇരുന്നവർ എഴുന്നേക്കാൻ താമസം വരും. അവർക്കൊക്കെ ഭാഗികമായ പൊള്ളലേറ്റ്. ഇവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് നമ്മൾ പുറത്ത് നിൽക്കുകയല്ലേ. നമുക്ക് ഓടാനുള്ള സമയം കിട്ടി. എവിടെയെങ്കിലും ഇതിൻ്റെ ഈ ആഘാതത്തിൽ നമ്മൾ നെഞ്ചിടിച്ചു പോയി. അങ്ങനെ 2 സ്ഥലത്ത് കവന്ന് വീണാണ് ഈ ചെറിയ പോറലേറ്റത്. വെടിക്കോപ്പുകളിലേക്ക് തീ പകരാതെ സ്ഫോടനം ഉണ്ടാകില്ലെന്നും അവയുടെ നിർമ്മാണം അത്തരത്തിലാണെന്നും ശ്രീകണ്ഠൻ പറയുന്നു. ഈ മരുന്നിൽ തീ എറിയാതെ കത്തൂല. ഇങ്ങനത്തെ ഒരു മരുന്നാണ്. ഒന്നി ലൈനിൽ നിന്ന് വല്ല സ്പാർക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ ആരെങ്കിലും തീ കൊള്ളിയ സിഗരറ്റിൻ്റെ കുറ്റി എന്തെങ്കിലും വലിച്ചെറിയണം. ഈ മരുന്ന് അങ്ങനെ എത്ര ചൂടത്ത് കിടന്നാലും കത്തുന്നതല്ല. ശ്രീകണ്ഠന്റെ വാദങ്ങളെ സാധൂകരിക്കുന്നതാണ് ദൃക്സാക്ഷിയായ പ്രദേശവാസി സഞ്ജയുടെ വാക്കുകളും. സ്ഫോടനത്തിൽ തന്റെ അരികിലേക്ക് തെറിച്ചു വീണ പടക്കം പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞിരുന്നതായും അവ കത്തിയിരുന്നില്ലെന്നുമാണ് സഞ്ജയ് പറയുന്നത്. അവരെ പോലെ തന്നെ നമ്മൾ തൊട്ടടുത്ത് ആ ഒരു ബിൽഡിങ്ങിന്റെ ഇതും നമ്മളുടെ അവിടെ വന്ന് വീണതും പൊട്ടിയില്ല. പ്ലാസ്റ്റിക്കിലാണ് വീണിട്ട് ഇങ്ങനെ ഉരുകി കിടക്കുന്നുണ്ട് ഇപ്പോൾ അവിടെ. അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു ഇതിൽ രക്ഷപ്പെട്ട് ശരിക്കും പറഞ്ഞാൽ മരണത്തിന് മുമ്പിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടെന്ന് തന്നെ പറയാം ഞങ്ങൾ. ഇതേസമയം സ്ഫോടനത്തിന്റെ ആഘാതം വിട്ടൊഴിഞ്ഞിട്ടില്ലെന്നും ദൃക്സാക്ഷികൾ പറയുന്നു. പൊങ്ങി എന്നാണ് ആ പൊട്ടാണ് എല്ലായിടത്തും കേട്ടേക്കുന്നത്. പിന്നെ ഒരു 3-4 പൊട്ടും കൂടെ പൊട്ടിയിരുന്നത്. അപ്പോഴത്തേക്ക് തെറിച്ചു വന്നത് ഈ റോട്ടിലേക്ക് 2 പേര് മതലോട് കൂടി തന്നെയാണ് 2 പേര് വന്നത് തെറിച്ചു. ഇപ്പം ഇന്നലെ ഉറങ്ങില്ല. ഞാനിപ്പോൾ ഡോക്ടറിനോട് മറ്റേ ഉറങ്ങാനുള്ള എന്തെങ്കിലും ചോദിച്ചപ്പോൾ ഡോക്ടർ ഇന്നലെ ഗുളിക തന്നെ ഇപ്പോഴും ഇങ്ങനെ. കാരണം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സിനിമയിലൊന്നും കാണുന്ന പോലെ ഒന്നും അല്ല. ശരിക്കും ഇതൊരു അതിനേലും വലിയൊരു അനുഭവം തന്നെ. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.